അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ ഹൈദരാബാദ് റാക്കറ്റിലെ മുഖ്യകണ്ണി പിടിയിൽ. ഹൈദരാബാദിൽ നിന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത്. ഇയാളെക്കുറിച്ച് കേസിലെ മുഖ്യപ്രതി സാബിത്ത് മൊഴി നൽകിയിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, മുഖ്യകണ്ണിയാണ് ഇപ്പോൾ ഹൈദരാബാദിൽ അറസ്റ്റിലായിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്, ഈ കേസിൽ അന്വേഷണം തുടരുന്നതിനിടയിൽ സാബിത്തിൽ നിന്നുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഹൈദരാബാദിലെ റാക്കറ്റിലെ മുഖ്യ കണ്ണി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവിടെ നിന്ന് അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയതിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയെ തന്നെയാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് മുഖ്യപ്രതികൾ ഉള്ളത് എന്ന വിവരം ഇന്ന് രാവിലെ തന്നെ നമ്മൾ നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പോലീസ് ഔദ്യോഗികമായി തന്നെ അതിനൊരു സ്ഥിരീകരണം നൽകിയിരിക്കുന്നു. മുഖ്യപ്രതി കൂടി പിടിയിലായിരിക്കുന്നു. കാരണം സാബിത്തിനെ കേന്ദ്രീകരിച്ചായിരുന്നു നേരത്തെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കൂട്ടുപ്രതി കൂടി അറസ്റ്റിലാവുകയും ചെയ്തു. എന്നാൽ ഇതിനപ്പുറം പ്രധാനപ്പെട്ട കണ്ണികൾ പലരും ഹൈദരാബാദിലും ഒപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിലുമെല്ലാം തന്നെ മറ്റ് നഗരങ്ങളിലുമെല്ലാം കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്ന വിവരം പ്രത്യേക അന്വേഷണം. സാബിത്തിന്റെ ഈ ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ചായിരുന്നു മുഖ്യമായും അന്വേഷണം. ഇയാളെക്കുറിച്ച് സാബിത്ത് മൊഴിയും നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം ഹൈദരാബാദിലേക്ക് നീണ്ടത്. അവിടെ നിന്നാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇനി കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്, മറ്റ് നടപടിക്രമങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. കൂടുതൽ പ്രതികളുണ്ടോ എന്ന രീതിയിലുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ മുഖ്യകണ്ണിയിൽ നിന്നും അറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം, അല്ലേ? തീർച്ചയായും കെ പി, ഇയാളെ ചോദ്യം ചെയ്യുന്നതോടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. കാരണം നേരത്തെ സാബിത്ത് തുടർച്ചയായി ചോദ്യം ചെയ്തപ്പോൾ 13 ദിവസത്തെ കസ്റ്റഡിയിലാണ് സാബിത്തിനെ ലഭിച്ചത്. സാബിത്ത് ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഈ സാബിത്തിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് മറ്റു സ്ഥലങ്ങളിൽ മറ്റു നഗരങ്ങൾ കേന്ദ്രീകരിച്ച് തന്റെ കണ്ണികളുണ്ട്, അവർ എല്ലാവരും തന്നെ മുഖ്യ ആസൂത്രകരായി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. ഇരകളെ കണ്ടെത്തി നൽകിയിരുന്നത് ഇവരിൽ പലരുമാണ്. ഇവർക്ക് സാമ്പത്തികമായ ഗുണം അതുകൊണ്ട് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഇടനില നിന്ന് വലിയ തോതിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാം തന്നെ സാബിത്ത് മൊഴിയായി പറഞ്ഞിരുന്നു. മാത്രമല്ല മധു എന്ന പ്രധാനപ്പെട്ട ഒരു കന്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയതും സാബിത്തായിരുന്നു. ഇയാളിപ്പോൾ ഇറാനിലാണുള്ളത്. ഇയാളെ തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ നടക്കുന്നു എന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്റർപോളിന്റെ അടക്കമുള്ള സഹായത്തോടെ പ്രതിയെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് തുടരുകയാണ്. ഇതിനിടയിലാണ് സാബിത്തിന്റെ പ്രധാനപ്പെട്ട കൂട്ടാളികളിൽ ഒരാളായിട്ടുള്ള അവയവ കച്ചവടത്തിലെ രാജ്യാന്തര അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയുടെ അറസ്റ്റ് കൂടി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൈദരാബാദ് റാക്കറ്റിലെ മുഖ്യ കണ്ണിയാണ് ഇയാൾ. നേരത്തെ തന്നെ ഹൈദരാബാദ് സംഘം, ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള സംഘം, ബംഗളൂരു ആസ്ഥാനമായുള്ള സംഘം തുടങ്ങിയ അവയവ കച്ചവട മാഫിയയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവർക്കിതിലുള്ള പങ്കാളിത്തം സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ഹൈദരാബാദിലേക്ക് തന്നെ അന്വേഷണ സംഘം കേന്ദ്രീകരിച്ചത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഹൈദരാബാദിലുള്ള സംഘം ഈ പ്രതിയെക്കുറിച്ചുള്ള ചില സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ തങ്ങുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കെ പി, അവയവക്കടത്തിൽ മുഖ്യ കണ്ണിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഹൈദരാബാദിൽ വെച്ചാണ് ഇദ്ദേഹത്തെ പിടിയിലായിരിക്കുന്നത്. ഇനി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് അടക്കം കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കേണ്ടതുണ്ട്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.